ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സ്വിച്ച്, എന്താണ് റൗട്ടർ, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, ആദ്യം തന്നെ സ്വിച്ചിൽ നിന്ന് തുടങ്ങാം. സ്വിച്ച് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു ഡിവൈസ്. ഓക്കെ, ആ ഡിവൈസിൽ ഞാനൊരു പി സി കണക്ട് ചെയ്തു, വേറൊരു പി സി ഉണ്ട്, വേറൊരു പി സി ഉണ്ട്. ഓക്കെ, ഇങ്ങനെ 3 പി സികൾ ഞാൻ ഒരു ഡിവൈസിൽ കണക്ട് ചെയ്തു. ഈ ഡിവൈസിന് എനിക്ക് സ്വിച്ച് എന്ന് പറയാം. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണലി ഈ പി സിക്ക് ഒരു ഐ പി ഉണ്ടാവും അല്ലേ. IP1 എന്ന് ഞാൻ കൊടുത്തു. ഈ പി സിക്ക് ഒരു IP ഉണ്ടാവും, IP2, ഈ പി സിക്ക് IP3. ഓക്കെ, അപ്പോൾ ഈ IP1ന് IP2 ആയിട്ടോ IP3 ആയിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഈ IP2ന് IP1 ആയിട്ടോ IP3 ആയിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ IP3ക്ക് IP2 ആയിട്ടോ IP1 ആയിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തേക്കുന്ന, ആ സ്വിച്ചിൽ കണക്ട് ചെയ്തേക്കുന്ന ഡിവൈസുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഇതിനെയാണ് പറഞ്ഞ സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡിവൈസ് ടു മറ്റു ഡിവൈസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഏത് ഇന്റേണൽ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തേക്കുന്ന ഡിവൈസുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഈ പറഞ്ഞ സ്വിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റൗട്ടർ എന്താണെന്ന് ഡൗട്ട് വരും. ഓക്കെ, ഇനി റൗട്ടർ എന്താന്ന് പറയാം. റൗട്ടർ അല്ലേ, റൗട്ടർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു ഡിവൈസ് ഉണ്ടാവും. ഓക്കെ, ആ ഡിവൈസിന് 2 പോർട്ട് ഉണ്ടാവും. ഒന്ന് വാൻ പോർട്ട്, മറ്റൊന്ന് ലാൻ പോർട്ട്. ഓക്കെ, ഇനി വാൻ പോർട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ISP ആയിട്ടായിരിക്കും. ഓക്കെ, ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് വാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, വാൻ സെറ്റ് ചെയ്യുന്നത്. ലാൻ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്നത് അവിടുത്തെ ഒരു ഡിവൈസിലാന്ന് വിചാരിക്കുക, ഒരു പി സിയിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ പി സിക്ക് നെറ്റ്വർക്കിലുള്ള യൂട്യൂബ് സെർച്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ ഈ പി സി ഇവിടെ നമ്മൾ സാധാ സ്വിച്ച് ആണ് കൊടുത്തേക്കുന്നത് വിചാരിക്കുക. ഓക്കെ, സ്വിച്ച് ആണെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? ഓക്കെ, ഇവിടെ നിങ്ങൾ കൊടുത്തേക്കുന്നത് സാധാ സ്വിച്ച് ആണെന്ന് വിചാരിക്കുക. ഈ സ്വിച്ചിന് അറിയാൻ പാടില്ല ഇത് ഇന്റർനെറ്റ് കൊടുത്തു എന്ന് തന്നെ വിചാരിക്കുക. ഓക്കെ, സ്വിച്ചിന് അറിയത്തില്ല ഇതിനെ എങ്ങോട്ട് പറഞ്ഞു വിടണം എന്നുള്ളത്. സ്വിച്ച് ഒരിക്കലും റൗട്ട് ചെയ്യത്തില്ല. ഓക്കെ, പ്രോപ്പർ ആയിട്ട് ഒരു IP ഉണ്ടെങ്കിൽ ആ IP യിലേക്ക് പറഞ്ഞു വിടും. അല്ലാണ്ട് സ്വിച്ചിന് അറിയാൻ പാടില്ല ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവൻ ഇന്റർനെറ്റിലേക്കാണ് പോകേണ്ടത്, അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു വിടാന്നുള്ളത്. അത് സ്വിച്ചിന് അറിയാൻ പാടില്ല. ഓക്കെ, സ്വിച്ച് ജസ്റ്റ് എന്താണ്, ഇവിടെ നിന്ന് ഒരു IP വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ 10.1 എന്ന് പറഞ്ഞ IP യിലേക്ക്, അല്ലെങ്കിൽ 10.100 എന്ന് പറഞ്ഞ ഒരു IP യിലേക്ക് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്വിച്ച് വന്നിട്ട് അന്വേഷിക്കും എന്റെ അണ്ടറിൽ ഏതൊക്കെ ഡിവൈസുകളുണ്ട്, ആ ഡിവൈസുകൾ ഏതൊക്കെ 10.100 ഡിവൈസ് ഉണ്ടോ എന്ന് നോക്കും. ഇപ്പൊ ഉണ്ടെങ്കിൽ 10.100 എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ പാസ് ചെയ്തു തരും. ഇങ്ങനെ ഒരു ഇത് മാത്രമേ ഇവനുള്ളൂ. അല്ലാണ്ട് ഈ പറഞ്ഞ നെറ്റ്വർക്കിലേക്ക് പോകുന്ന സാധനങ്ങളെ ഒന്നും പറഞ്ഞു വിടാനുള്ള കഴിവ് ഇവനില്ല, സ്വിച്ചിന്. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ വാന് റൗട്ടർ സെറ്റപ്പ്, വാന് കോൺസെപ്റ്റ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന സാധനങ്ങൾ, ഓക്കെ, ഈ പറഞ്ഞ ലാനിന്ന് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ലാനിന്ന് പറയുന്ന കാര്യങ്ങൾ ഈ റൗട്ടറിന്റെ അകത്ത് ഒരു റൗട്ടിംഗ് ടേബിൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ ഒരു IP കൊടുക്കുവാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, 192.168.100.10. ഓക്കെ, ഇങ്ങനത്തെ കാര്യമുണ്ട്. ഇവിടെ റൗട്ടിംഗ് ടേബിളിൽ ഇപ്പൊ ഒറ്റ ലാനും ഒറ്റ വാനും ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് റൗട്ടിംഗ് ടേബിൾ എഴുതി വെച്ചേക്കുന്നത് 192.168.100.0. ഓക്കെ, /24 സബ്നെറ്റ് 255.255.255.0 സബ്നെറ്റ് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ 192.168.100. ഏത് ഹോസ്റ്റും ആയിക്കോട്ടെ, 192.168.100 എന്ന റേഞ്ചിൽ വരുന്ന IP-കളിൽ നിന്ന് ഏതെങ്കിലും റിക്വസ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, റിക്വസ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു വിടേണ്ട ആദ്യത്തെ കൺസെപ്റ്റ് 0.0.0.0/0. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നെറ്റ്വർക്കിലേക്ക്, ഇന്റർനെറ്റിലേക്ക് നമ്മുടെ വാൻ ത്രൂ കടത്തി വിടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നേരെ വാൻ ത്രൂ കടത്തി വിടുക എന്ന് പറഞ്ഞ റൗട്ടിംഗ് ടേബിൾ ഉണ്ട്. ഓക്കെ, റൗട്ടിംഗ് ടേബിൾ എന്ന് പറഞ്ഞാൽ
ഒരു റിക്വസ്റ്റ് വന്നു, ആ റിക്വസ്റ്റിനെ ഇങ്ങോട്ട് വിടണം എന്നുള്ളത്. ഇത് ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളത്. നമ്മൾ പ്രത്യേകം ഒന്നും പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട. അത് കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഒരു ബേസിക് റൗട്ടറിന്റെ കാര്യം പറയുന്ന ഫയർവാൾ അല്ല. ഫയർവാളിന് ഡിഫറെന്റ് ആണ്. നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ റൗട്ടർ ഇതേപോലെ പറഞ്ഞു വിടും. ഇനി ഇന്റേണലി ഒരു ഇത് വരുമെന്ന് വിചാരിക്കാം. ഓക്കെ, അത് വേറൊരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. 192.168.100.024. ഓക്കെ, ഇങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഇത് LAN to LAN കമ്മ്യൂണിക്കേഷൻ. അതായത് എനിക്ക് ഇവിടെ വേറൊരു PC കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് 100.10 ഓൾറെഡി കൊടുത്തില്ല, 100.100 വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഈ 100.10 എന്നുള്ള സാധനം ഗൂഗിളിനെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഗൂഗിൾ ഒരു നെറ്റ്വർക്ക് സർവീസാണ്. അപ്പൊ ഇത് വന്നിട്ട് ഈ റൗട്ടിംഗ് ടേബിളിൽ നോക്കി കഴിഞ്ഞാൽ ഗൂഗിൾ പോകേണ്ടത് 0.0.0. ഇപ്പൊ വാനിലേക്ക് പോവാന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു, വാനിലേക്ക് പോകും. ഓക്കെ, ഇനി എന്റെ 100.10 ഞാൻ റിക്വസ്റ്റ് ഇടുവാണ്, എനിക്ക് 100.100 കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് വന്ന് 100.100 അല്ല പോകേണ്ടത്. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് ഇവിടെ ഒരു പ്രയോറിറ്റി കിടക്കേണ്ടത് 100.100 എന്ന് പറഞ്ഞു. ഓക്കെ, ഇതിലേക്ക് പറഞ്ഞിടാൻ വേണ്ടി. അപ്പൊ ഇത് നേരെ വന്നിട്ട് ഈ 100.100 പറഞ്ഞിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ ഈ പറഞ്ഞ പരിപാടി ഇങ്ങനെ റൗട്ട് ചെയ്യുന്നതിനാണ്, റൗട്ട് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ളതിനാണ് റൗട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ റൗട്ടിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റൗട്ട് ചെയ്യുന്നത്, അത് വർക്ക് ചെയ്യുന്നത് ലെയർ 2-ലാണ്. ഓക്കെ, സോറി മിസ്റ്റേക്ക് ഉണ്ട്, ലെയർ 3-ലാണ്. 7 ലെയർ ഉണ്ട്, മറ്റേ OSI മോഡൽ എന്നൊക്കെ പറയും. ഓക്കെ, 7 ലെയർ ഉണ്ട്. അതിൽ നെറ്റ്വർക്ക് ലെയറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നെറ്റ്വർക്ക് ലെയറിന്റെ പ്രോട്ടോകോളാണ് വർക്ക് ചെയ്യുന്നത്. IP ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോളിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് ഇത്. ഓക്കെ, ഇനി സ്വിച്ച്, ബേസിക് ആയിട്ട് സ്വിച്ച് ഇല്ലേ, നമ്മൾ പറഞ്ഞ സ്വിച്ച്, അതിന് ലെയർ 2 ലെയർ 3 സ്വിച്ചുകളുണ്ട്. ഓക്കെ, ലെയർ 2 ലെയർ 3 സ്വിച്ചുകൾ മാനേജബിൾ സ്വിച്ച് ആണ്. അല്ലാണ്ട് വരുന്ന സ്വിച്ചുകളുണ്ട്, അൺമാനേജഡ് സ്വിച്ച് എന്ന് പറയുന്നത്. അത് വേറെ ഒന്നുമില്ല, അത് ബേസിക് ഇതാണ്, അതിനൊരു പ്രോട്ടോകോളും കാര്യങ്ങളൊന്നുമില്ല. അത് വർക്ക് ചെയ്യുന്ന കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇവിടെ ഒരു PC ഉണ്ട്, ഇവിടെ ഒരു PC ഉണ്ട്, ഇവിടെ ഒരു PC ഉണ്ട്. ഓക്കെ, ഈ PC ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നത് വേറൊന്നുമില്ല. ഈ PC നേരെ ഇവിടെ വന്നിട്ട് ഒരു ബ്രോഡ്കാസ്റ്റ് ഇടും, അതൊരു മെസ്സേജ് ഇടും. അപ്പോൾ ഈ സാധനം എങ്ങോട്ട് ചെല്ലും, ഇവിടെയും ചെല്ലും, ഇവിടെയും ചെല്ലും. ഓക്കെ, ഇവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇത് ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അവന് മെസ്സേജ് ഓൾറെഡി റിസീവ് ആവും, പക്ഷെ ഇവിടെ കണ്ടിരുന്ന ഇതിനും റിസീവ് ആവും. ഇതാണ് അൺമാനേജഡ് സ്വിച്ച് വരുന്നത്. അതായത് എല്ലാ പോർട്ടുകളിലും ഒരു പോർട്ടിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാ പോർട്ടുകളിലും ഒരുപോലെ വരും. ഓക്കെ, ഇത് നെറ്റ്വർക്ക് പ്രോപ്പർ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷനിൽ പ്രാക്ടിക്കൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് തെഫ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അതിലേക്ക് കാര്യം, ഇവിടെ ഉള്ളവൻ നല്ലവനായിരിക്കണമെന്നില്ല. ഇപ്പൊ ഒരു ഹാക്കറോ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോർട്ടൽ യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, അവൻ ഇവിടെ നിന്ന് ഒരു യൂസർ നെയിം പാസ്വേഡ് ആണെന്ന് വിചാരിക്കും, ഇവിടെ നിന്ന് ഒരു പാസ്വേഡ് ആണ് ഇട്ടത്. ഓക്കെ, ഒരു മെയിലിന്റെ പാസ്വേഡ് ഇട്ടു. അപ്പൊ ഇവന് ആ മെയിലിന്റെ പാസ്വേഡ് അറിയാത്തുണ്ട്, ഇവനോട് ചോദിച്ചു. അപ്പൊ ഇവൻ ആ പാസ്വേഡ് ഇവർ ത്രൂ ഇങ്ങനെ വിട്ടു. ഓക്കെ, പക്ഷെ ആ ഈ പാസ്വേഡ് ഇവിടെയും വരുന്നുണ്ട്. ഇവനാ ഈസി ആയിട്ട് ആ പാസ്വേഡ് കിട്ടി, ആ മെയിലിലേക്ക് ആക്സസ് കിട്ടി, അപ്പൊ ആ മെയിൽ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ അങ്ങനെ അതാണ് അൺമാനേജർ സ്വിച്ചിന്റെ പരിപാടി. ഓക്കെ, എല്ലാ പോർട്ടുകളിലേക്കും ഒരുപോലെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കും. അതാണ് അൺമാനേജർ സ്വിച്ചിന്റെ ഒരു ഇത് പറഞ്ഞ്. പക്ഷെ നമുക്ക് ലെയർ 2 ലെയർ 3 സ്വിച്ചുകൾ ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ഓക്കെ, ലെയർ 2 ലെയർ 3 സ്വിച്ചുകൾ നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ലെയർ 3 നമ്മൾ റൗട്ടറിന്റെ കേസ് പറഞ്ഞു, ലെയർ 3 ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ, IP ബേസ്ഡ് ആണ് ലെയർ 3 വർക്ക് ചെയ്യുന്നത്. ഇനി ലെയർ 2 സ്വിച്ചുകൾ വർക്ക് ചെയ്യുന്നത് MAC അഡ്രസ്ഡ് ബേസ്ഡ് ആണ്. ഓക്കെ, ഇപ്പൊ ലെയർ 2 വർക്ക് ചെയ്യുന്നത് MAC അഡ്രസ് ആണ്. ലെയർ 3 സ്വിച്ചുകൾ വർക്ക് ചെയ്യുന്നത് IP ബേസ്ഡ് ആണ്. ഓക്കെ, IP അഡ്രസ്സിന്റെ അണ്ടറിലാണ് ലെയർ 3 സ്വിച്ചുകൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ലെയർ 2 MAC അഡ്രസ്, ലെയർ 3 IP അഡ്രസ്. ഇനി ഓക്കെ, ഞാൻ നേരത്തെ സെഷനിൽ പറഞ്ഞ ഒരു കാര്യം ഇവിടെ തന്നെ എടുക്കാം. എനിക്ക് 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓക്കെ, സെയിൽസ്, അക്കൗണ്ട്സ്.
രണ്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, സെയിൽസുകാർക്കും അക്കൗണ്ട്സുകാർക്കും സബ്നെറ്റിംഗ് ഒന്നുമില്ല, ഞാൻ VLAN വെച്ച് സെറ്റ് ചെയ്ത് വിചാരിക്കാം. രണ്ട് IP ഇട്ട് കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ VLAN 10 എന്ന് പറഞ്ഞാൽ ഇവിടെ VLAN 20 ഞാൻ ഇവിടെയും കൊടുത്തു. ഓക്കെ, ഇവിടെ എനിക്ക് കിട്ടുന്ന 10 റേഞ്ചിലും ഇവിടെ എനിക്ക് കിട്ടുന്ന 20 റേഞ്ചിലുമാണ് എനിക്ക് IP കിട്ടുന്നത്. ഓക്കെ, ഇത് ലെയർ 2-ലാണ് ഈ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ലെയർ 2-ലാണ്, ലെയർ 2 സ്വിച്ചിലാണ് VLAN കോൺഫിഗർ ചെയ്യാൻ, ലെയർ 2 സ്വിച്ചിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് രണ്ട് പോർട്ട് ഞാൻ ഈ പറഞ്ഞ PC1 സെയിൽസ്, PC2 സെയിൽസ്, അടുത്ത രണ്ട് പോർട്ട് ഒരെണ്ണം PC2 അക്കൗണ്ട്സ്, PC1 അക്കൗണ്ട്സ്. ഓക്കെ, കിട്ടാൻ പോകുന്ന IP എങ്ങനെയായിരിക്കും? 10 ഞാൻ ഉദാഹരണം 10.10 10.20, ഇവിടെ വരുന്നത് 20.10 20.20. ഓക്കെ, ഈ IP-ൽ കിട്ടി. ഓക്കെ, ഇങ്ങനെ വരുമ്പോ ലെയർ 2 സ്വിച്ച് ഓട്ടോമാറ്റിക്കലി ഇതിന്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന ഒരു കേസ് ഉണ്ട്. ഓക്കെ, ഈ 10.10ന്റെ MAC അഡ്രസ്, മാക്കിൽ വർക്ക് ചെയ്യുന്നതാണ് MAC അഡ്രസ്, 10.20യുടെ MAC അഡ്രസ്. ഓക്കെ, ഇനി എന്നിട്ട് ഇതിനെ തമ്മിൽ ഇന്റേണലി ഇതൊരു സോണും ഇത് വേറൊരു സോണായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഓക്കെ, VLAN-ന്റെ അണ്ടറിൽ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് ഇതിന്റെ റൗട്ടിംഗ് അടക്കം MAC to MAC ആണെന്ന് വിചാരിക്കാം. MAC to MAC-ലാണ് റൗട്ടിംഗ് വരുന്നത്, ലെയർ 2 സ്വിച്ചുകൾ. ഓക്കെ, അപ്പൊ ഈ PC1-ന് PC2 ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ PC2-ന്റെ MAC അഡ്രസ് വെച്ചാണ് റൗട്ട് ചെയ്തിട്ട് അത് ഈ PC1-ൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. MAC അഡ്രസിന്റെ ബേസിലാണ്, IP ബേസിലല്ല വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുന്ന് PC2-ൽ നിന്ന് PC1-ലേക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ PC1-ന്റെ MAC അഡ്രസ് വെച്ചിട്ടാണ് ഇത് റൗട്ട് ചെയ്ത് വിടുന്നത്, ഈ സ്വിച്ച്. ഓക്കെ, അങ്ങനെ MAC അഡ്രസിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ IP-യുടെ ബേസിലല്ല അവിടെ വരുന്നത്, ലെയർ 2-ൽ വരുന്നത്. ഇനി ഇൻ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതുപോലെ ഇവിടെ സെയിൽസിൽ ഒരാൾക്ക് അക്കൗണ്ട്സിൽ ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇത് VLAN രണ്ട് IP ആണ്, അതുപോലെ VLAN കോൺഫിഗർ ചെയ്ത് രണ്ട് IP-യിൽ ഇട്ടേക്കുന്നത്. ഓക്കെ, ഈ IP ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ MAC ഇവരുടെ ഇല്ല, കാരണം രണ്ട് സോണില്ല. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു റൗട്ടർ വെക്കാൻ പറ്റും, കാരണം ഇതിന് റൗട്ടറിന്റെ LAN 1-ഉം LAN 2 സെറ്റ് ചെയ്തതിനു ശേഷം LAN 1 to LAN 2 നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. റൗട്ടർ കാരണം വർക്ക് ചെയ്യുന്നത് നെറ്റ്വർക്കില, ലെയർ 3 IP ബേസ്ഡ് ആണ് വർക്ക് ചെയ്യുന്നത്, നെറ്റ്വർക്ക് ലെയറിൽ വർക്ക് ചെയ്യുന്ന IP ബേസ്ഡ് ആണ്. ഓക്കെ, ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ 10.20ക്ക് 20 എന്ന് പറഞ്ഞ ഒരു IP-ക്ക് മാത്രം 20.10ലേക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടും. ഓക്കെ, അങ്ങനെ വർക്ക് ചെയ്യും. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞ് ഞാൻ ഒരു റൗട്ടർ വെച്ചു, ഒരു സ്വിച്ചും വെച്ചു, രണ്ട് ഡിവൈസ് അവിടെ യൂസ് ചെയ്തു. അത് ഒന്ന് സ്പേസ് കൺസപ്ഷൻ ആയി, രണ്ട് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയി അല്ലേ. ഈ പറഞ്ഞ കേബിൾ ടു കേബിൾ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര കേബിളിങ് കാര്യങ്ങളൊക്കെ വന്ന് കോംപ്ലിക്കേഷൻ ആയി. ഇവിടെയാണ് ഈ പറഞ്ഞ ലെയർ 3 സ്വിച്ചുകളുടെ പ്രാധാന്യം. ലെയർ 3 സ്വിച്ചുകൾ വർക്ക് ചെയ്യുന്ന IP അതായത് നെറ്റ്വർക്ക് ലെയർ, റൗട്ടറിന്റെ അതേ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നെറ്റ്വർക്ക് ലെയറിൽ വർക്ക് ചെയ്യുന്നതാണ്, IP ബേസ്ഡ് ആണ്. ഓക്കെ, ലെയർ 3 സ്വിച്ചുകൾക്ക് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ലെയർ 3 സ്വിച്ചുകളിൽ ലെയർ 3-ൽ മാത്രമല്ല ലെയർ 2-ലും കൂടെ വർക്ക് ചെയ്യും. അതായത് MAC അഡ്രസ് വെച്ചിട്ട് റൗട്ടിംഗ് കിട്ടും, അതിന് IP വെച്ചിട്ടുള്ള റൗട്ടിംഗ് കിട്ടും. അപ്പൊ റൗട്ടറിന്റെ ഗുണമുണ്ട്, ലെയർ 2-ന്റെ ഗുണമുണ്ട്, അത് രണ്ടും കൂടെ കൂടിയാണ് ലെയർ 3. അപ്പൊ റൗട്ടറും ലെയർ 2 സ്വിച്ച് വെക്കുന്നതിന്റെ സെയിം എഫക്റ്റില് നമുക്ക് ഒരു ലെയർ 3 സ്വിച്ച് വെച്ചാൽ മതി. ഓക്കെ, കാണിച്ചു തരാം. ഓക്കെ, ഇത് PC1 PC2 PC1 PC2. ഓക്കെ, 10.10 10.20 20.10 20.20. ഓക്കെ, ഈ PC1-ൽ നിന്ന് അതായത് ഇങ്ങോട്ടേക്കുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നത് MAC അഡ്രസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ പൊക്കോളും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള കമ്മ്യൂണിക്കേഷൻ MAC അഡ്രസ് ബേസ്ഡ്, അതായത് സോണിന്റെ അകത്ത് ഇത് VLAN 20, ഇത് VLAN 10. ഓക്കെ, VLAN 10-ന്റെ അകത്ത് ഇന്റേണലി നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ MAC-ന്റെ ബേസിൽ നടന്നോളും, MAC-ന്റെ റൗട്ടിംഗിൽ നടന്നോളും. അതേപോലെ VLAN 20-ൽ ഇന്റേണലി നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ MAC-ന്റെ ബേസിൽ നടന്നോളും. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ കൺസെപ്റ്റ് ഈ ഒരു PC ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ VLAN to VLAN, ഓക്കെ, രണ്ട് നെറ്റ്വർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് IP ബേസ്ഡ് റൗട്ടിംഗിലേക്ക് കൊണ്ടുവരും, IP റൗട്ടിംഗിലേക്ക് കൊണ്ടുവരും. ആ ടേബിൾ IP റൗട്ടിംഗ്, അതായത് നെറ്റ്വർക്ക് ലെയറിലേക്ക് ലെയർ 3 സ്വിച്ചുകളിലാണ്.
നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഈ പോർട്ടിന് ഈ പോർട്ടിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു പോർട്ടിന് ഈ പോർട്ടിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഐ പി ആയിട്ട് റൗട്ടിംഗ് പുതിയൊരു റൗട്ടിംഗ് ടേബിൾ ഉണ്ടാക്കും. ഓക്കെ, 10.20ക്ക് 20.10ലേക്ക് നമ്മൾ അങ്ങനെ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ റൗട്ടിംഗ് ടേബിൾ ഉണ്ടാക്കി വെക്കും. 10.20ക്ക് 20.10ലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതേപോലെ 20.10ലേക്ക് 20.10നെ 10.20ലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വൈസ് വേഴ്സ തിരിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ റൗട്ട് ചെയ്യും. ഇതാണ് ലെയർ 3 സ്വിച്ചുകൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്വിച്ച് റൗട്ടേഴ്സ് ഉണ്ട്. റൗട്ടർ വർക്ക് ചെയ്യുന്ന ലെയർ 3യുടെ അതായത് ഐ പി ബേസ്ഡ് പ്രോട്ടോകോൾ ആണ്. അതിന് മാക്കിൽ വെച്ചിട്ടുള്ള പരിപാടികളൊന്നും മാക് റൗട്ടിംഗ് ഒന്നുമില്ല. ജസ്റ്റ് ഐ പിനെ ഐ പിയിലേക്ക് റൗട്ട് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ലെയർ 3 വർക്ക് ചെയ്യുന്നതാണ് റൗട്ടേഴ്സ്. ഇനി സ്വിച്ചിൽ അൺമാനേജബിൾ സ്വിച്ച് ഉണ്ട്, മാനേജബിൾ സ്വിച്ച് ഉണ്ട്. അൺമാനേജബിൾ സ്വിച്ച് വേറൊന്നുമില്ല, ഒരു എല്ലാ ഏതൊക്കെ ഡിവൈസ് ഉള്ളത് കണക്ട് ചെയ്തിട്ടുണ്ടോ ഒരു ഡിവൈസ് ഒരു മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സ്വിച്ച് കിടക്കുന്ന എല്ലാവർക്കും ബാധകമായിട്ട് വരും, എല്ലാവർക്കും കിട്ടും ആ മെസ്സേജ്. ഓക്കെ, അപ്പൊ ഡാറ്റ സെക്യൂരിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രശ്നം വരും. അപ്പൊ നമ്മൾ ലെയർ 2 സ്വിച്ചിലേക്ക് പോകും. ലെയർ 2 സ്വിച്ചുകൾ എന്ന് പറഞ്ഞാൽ മാക് അഡ്രസ് ബേസ്ഡ് ആണ് വരുന്നത്, ഡാറ്റ ലെയർ ആണ്. മാക് അഡ്രസ്സിന്റെ ബേസ് ചെയ്ത് റൗട്ടിംഗ് ടേബിൾ ഉണ്ടാക്കി വെക്കും. പോർട്ട് 1 കണ്ടു ചെയ്തേക്കുന്ന ഈ മാക് അഡ്രസ്, പോർട്ട് 2 കണ്ടു ചെയ്തേക്കുന്ന ഈ മാക് അഡ്രസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ മാക് അഡ്രസ്സുകൾ സെറ്റ് ചെയ്തിട്ട് മാക് അഡ്രസ്സിന്റെ ബേസിലാണ് റൗട്ടിംഗ് ടേബിൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പോർട്ടിൽ നിന്ന് 10ാമത്തെ പോർട്ടിലേക്ക് ഉണ്ടെങ്കിൽ ഫസ്റ്റ് പോർട്ടിന്റെ മാക് ഏതാണെന്നോ അത് റൗട്ട് ചെയ്യുന്ന ടേബിൾ ക്രിയേറ്റ് ചെയ്യും. റൗട്ട് ചെയ്യുന്ന ടേബിൾ 10ാമത്തെ പോർട്ടിന്റെ മാക് അഡ്രസ്സിലേക്ക് റൗട്ട് ചെയ്ത് വിടുന്നു. അങ്ങനെ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിന് ലെയർ 2 സ്വിച്ചുകൾ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. രണ്ട് ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന വീലാൻ വെച്ചിട്ടാന്ന് വിചാരിക്കാം. ഇപ്പൊ രണ്ട് സോണുകൾ ക്രിയേറ്റ് ആയി. ഓക്കെ, ഒരെണ്ണം ഒരു 1 തൊട്ട് 5 വരെയുള്ള പോർട്ട് ഒരു സോണിലും 6 തൊട്ട് 10 വരെയുള്ള പോർട്ട് വേറെ സോണിലും വിചാരിക്കാം. ഓക്കെ, അപ്പോ ഈ ആദ്യത്തെ സോണിൽ വർക്ക് ചെയ്യുന്നത് ഇതേപോലെ തന്നെ മാക് അഡ്രസ്സിന്റെ ബേസിൽ വർക്ക് ചെയ്തു. രണ്ടാമത്തെ സോണിൽ വർക്ക് ചെയ്യുന്നത് മാക് അഡ്രസ്സിന്റെ ബേസിൽ വർക്ക് ചെയ്തു. ഇൻ കേസ് ഒരു സോണിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലെ ഒരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ഇൻ കേസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു പെർമിഷൻ കൊടുക്കണമെങ്കിൽ ലെയർ 2 സ്വിച്ചുകൾ ഫെയിൽഡ് ആവും. കാരണം അത് മാക് അഡ്രസ്സിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്നതാണ്. വേറൊരു സോണിൽ നിന്ന് മറ്റൊരു സോണിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ വേറൊരു നെറ്റ്വർക്ക് വീലാനിൽ നിന്ന് മറ്റൊരു വീലാനിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ റൗട്ടറിനെ കൊണ്ടുവരേണ്ട കേസ് വരും. ഓക്കെ, അപ്പൊ നമ്മൾ കാരണം ഐ പി ടു ഐ പി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ബെസ്റ്റ് റൗട്ടേഴ്സ് ആണല്ലേ. പക്ഷെ റൗട്ടേഴ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഓക്കെ, അത് ഒന്ന് കോസ്റ്റ് കൂടും, രണ്ടാമത്തെ ഒരു ഡിവൈസും കൂടെ നെറ്റ്വർക്ക് ക്യാബിനിൽ വരും. ഓക്കെ, പിന്നെ കേബിളിംഗ് കൂടെ വരും, മൊത്തം ഭയങ്കര മെസ്സാവും. അത്രയും നമുക്ക് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ലെയർ 3 സ്വിച്ചുകളിലേക്ക് പോകും. ലെയർ 3 സ്വിച്ച് വർക്ക് ചെയ്യുന്നത് ലെയർ 3യിലാണെങ്കിലും നെറ്റ്വർക്ക് ലെയറിലാണെങ്കിലും അതായത് ഐ പി ബേസ്ഡ് റൗട്ടിംഗ് ആണെങ്കിലും ലെയർ 3 സ്വിച്ചുകളുടെ പ്രത്യേകത ലെയർ 3യിലും ലെയർ 2യിലും അറ്റ് എ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. അതായത് മാക് അഡ്രസ് ബേസ്ഡ് റൗട്ടിങ്ങും ഐ പി ബേസ്ഡ് റൗട്ടിങ്ങും ഒരുപോലെ സാധിക്കുന്ന ഒരു ഡിവൈസ് ആണ് ലെയർ 3 സ്വിച്ചുകൾ. അപ്പൊ ലെയർ 3 സ്വിച്ചുകളിൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നമല്ല. VLAN 10ൽ നിന്ന് അല്ലെങ്കിൽ VLAN 20ൽ നിന്ന് VLAN 10ലേക്ക് അല്ലെങ്കിൽ VLAN 10ൽ നിന്ന് VLAN 20ലേക്ക് ഇന്റർ VLAN റൗട്ടിംഗ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരു VLANൽ നിന്ന് മറ്റേ VLAനിലേക്ക് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. ഈ ഒരു ഐ പിക്ക് ഈ ഒരു ഐ പി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ചും വൈസ് വേഴ്സ തിരിച്ചും കൊടുക്കാൻ പറ്റും എന്നുള്ള റൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു VLAന്റെ അകത്ത് തന്നെ ഇന്റേണലി മാക് ബേസ്ഡ് റൗട്ടിംഗ് നടത്തും. ഒരു VLAനിൽ നിന്ന് മറ്റേ VLAനിലേക്ക് പോകാനായിട്ട് ഐ പി ബേസ്ഡ് നടത്തുകയും ചെയ്യും. അപ്പൊ ഒറ്റ സ്വിച്ചിൽ തന്നെ നമുക്ക് റൗട്ടറിന്റെയും ലെയർ 2 സ്വിച്ചിന്റെയും ബെനിഫിറ്റ്സ് കിട്ടും. ഓക്കെ, ഇതിനെയാണ് ഈ പറഞ്ഞ സ്വിച്ച് റൗട്ടർ പറഞ്ഞ കൺസെപ്റ്റ്. സ്വിച്ചിന്റെ അകത്ത് പറഞ്ഞ ലെയർ 2 ലെയർ 3 സ്വിച്ചുകളുടെ ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. ഇനി നമുക്ക് അടുത്ത സെഷനിൽ DMC എന്താണ് എന്ന കേസ് പഠിക്കാം. വളരെ സിമ്പിൾ ആണ് DMC. അപ്പോൾ ഏകദേശം പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാൻ പറ്റും അടുത്ത സെഷൻ.